Good evening, Miss. Good evening. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Yes, good afternoon. Where is our afternoon? എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചില്ലേ? Yes, Miss. എല്ലാവരും വീഡിയോ ഓൺ ആക്കിയിട്ടിരിക്കണേ. ഹലീമ ഹരിനന്ദ് നോട്ടൊക്കെ കംപ്ലീറ്റ് ആക്കിയോ എല്ലാവരും? മിസ് ഇതില് 1 day ആയിട്ട് തീർന്നു മിസ്. അതുകൊണ്ട് വീഡിയോ ക്ലിയർ ആവുന്നില്ല. എങ്ങനെ മോനെ? ഒരു ദിവസത്തെ നെറ്റ് തീർന്നു. അപ്പൊ ഏച്ചിക്ക് 4 ക്ലാസ് ഉണ്ടായിരുന്നു. ആണോ? ഇപ്പൊ വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നില്ല. ക്ലിയർ ആവുന്നില്ല. ഹരിനന്ദ് അങ്ങനെ പറഞ്ഞപ്പോ എല്ലാരും വീഡിയോ ഓഫ് ആയല്ലോ. Miss, നോട്ട് തരാനുണ്ട്. ഏതാ മോനെ? വൈകി വന്ന് വിളിച്ചു. വൈകി വന്ന വെളിച്ചം. ഓക്കെ. ഓ ശരി. 12ാമത്തെ പാടല്ലേ? ഓക്കെ, ചെയ്തു തരാം. 13 നിങ്ങൾ എഴുതിയോ? 12 ഓക്കെ, തരാട്ടോ. ഓക്കെ, നമുക്ക് ഇന്ന് പുതിയ പാഠം തുടങ്ങാം. Yes, Miss. ഓക്കെ. ജോയൽ, റെജിനോൾ, ആരും എന്താ വീഡിയോ ഓഫാക്കിയിരിക്കുന്നത്? എന്താ എല്ലാവരും നെറ്റ് പ്രശ്നം തന്നെയോ? എന്താ ഇങ്ങനെ? ഒരു മെസ്സേജ് ഇടാനുണ്ടായിരുന്നു, അതുകൊണ്ടാണേ. ഓക്കെ. ജീവ, ഹരിനന്ദ്, അലൻ, ബെന്നി. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. പാഠം 14, കാളിദാസ പ്രതിഭ. അതല്ലേ നമുക്ക് എടുക്കേണ്ടേ? യെസ് മിസ്. ഓക്കെ ഓക്കെ, എല്ലാവരും ബുക്കിലേക്ക് നോക്കിക്കോ. നമ്മുടെ ആദ്യ കവിയായി നാം വിശേഷിപ്പിക്കുന്നത് വാൽമീകിയാണല്ലോ. എന്നാൽ ഭാരതീയ കവികളുടെ കുലഗുരു ആരെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: മഹാകവി കാളിദാസൻ. ജീവ ഇപ്പൊ ഉണ്ടായിരുന്നല്ലോ, ആദ്യം പോയല്ലോ, നെറ്റ് വീഡിയോ ഓഫ് ആക്കിയല്ലോ. അർജുൻ, ജീവ പോയി. ആതിരെ, നമ്മുടെ ആദ്യ കവിയായി നാം വിശേഷിപ്പിക്കുന്നത് വാൽമീകിയാണ്. എന്നാൽ ഭാരതീയ കവികളുടെ കുലഗുരു ആരെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. ആരാണ്? മഹാകവി കാളിദാസൻ. കാളിദാസൻ എന്നാണ് ജീവിച്ചിരുന്നതെന്ന് കൃത്യമായി ആർക്കും അറിയില്ല. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം ചോദിച്ചാൽ കൃത്യമായി ആർക്കും തന്നെ പറയാൻ പറ്റില്ല. പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. എല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത്. ക്രിസ്തുവിന് മുമ്പ് 1-ാം നൂറ്റാണ്ടിലാണ് കാളിദാസൻ്റെ കാലമായി ഭൂരിപക്ഷം പണ്ഡിതന്മാരും അംഗീകരിക്കുന്നത്. ക്രിസ്തുവിന് മുമ്പ് 1-ാം നൂറ്റാണ്ടാണ് കാളിദാസൻ്റെ കാലമായി അംഗീകരിക്കുന്നത്. ഉജ്ജയിനിയായിരുന്നു കാളിദാസൻ്റെ ജന്മദേശം. ജന്മദേശം എവിടെയായിരുന്നു? ഉജ്ജയിനി. ഉജ്ജയിനി കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന വിക്രമാദിത്യ ചക്രവർത്തിയുടെ പണ്ഡിത സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു ഇദ്ദേഹം എന്ന് കരുതപ്പെടുന്നു. അതായത് വിക്രമാദിത്യ രാജാവിൻ്റെ സദസ്സിൽ അതായത് പ്രധാനപ്പെട്ട ഏത് കമ്മിറ്റിയിലും ആദ്യത്തെ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ, സബ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങതുപോലെ പണ്ഡിത സഭയിലെ നവരത്നങ്ങളിൽ ആ 9 ആൾക്കാരിലെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ആര്? നമ്മുടെ കാളിദാസൻ എന്ന് കരുതപ്പെടുന്നു. ഓക്കെ, അലൻ പേജ് തുറക്കണത്രയോ മോനെ? പേജ് നമ്പർ 59. കാളിദാസൻ എന്ന വാക്കിന് കാളിയുടെ ദാസൻ എന്നാണല്ലോ അർത്ഥം. ഇദ്ദേഹത്തിന് ഈ പേരും അവർണ്ണനീയമായ കാവ്യസിദ്ധിയും ലഭിച്ചതിനു പിന്നിൽ രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. ഈ കാളിദാസന് ഈ പേര് വരാൻ ഒരു ഐതിഹ്യമുണ്ടല്ലോ. എന്താ വെച്ചാൽ ഒരു പുരാണം, ഒരു കഥയുണ്ട്. എങ്ങനെയാണ് കാളിദാസൻ ഈ പേര് വന്നത്? അവർണ്ണനീയമായ കാവ്യസിദ്ധിയും ഈ കഴിവും
പിന്നെ ഈ പേരും വന്നത് എങ്ങനെയെന്നത് ഒരു കഥ തന്നെയുണ്ട്, ഒരു രസകരമായ ഒരു കഥ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. പേരുകേട്ട ഒരു രാജാവിന് ഒരു മകളുണ്ടായിരുന്നു. സുന്ദരി, സുശീല, മിടുക്കി, ബുദ്ധിമതി. അതായത് പേരുകേട്ട ഒരു രാജാവ്, അദ്ദേഹത്തിന് അതായത് സുന്ദരിയും സുശീലയും എന്ന് പറഞ്ഞാൽ എന്താ, നല്ല സ്വഭാവവും കാണാൻ നല്ല സൗന്ദര്യവും അല്ലേ, മിടുക്കി ബുദ്ധിമതിയും എല്ലാമായ ഒരു മകളുണ്ടായിരുന്നു. രാജകുമാരിക്ക് കല്യാണപ്രായമായി. കല്യാണപ്രായം അറിയാലോ, 18 വയസ്സ് കഴിഞ്ഞ കല്യാണപ്രായമായി അല്ലേ. അപ്പോൾ ഇപ്പോൾ 21 വയസ്സായേ. രാജകുമാരിക്ക് കല്യാണപ്രായമായി. ആര് വിവാഹം കഴിക്കണം? ഒരു വിദ്വാനെ വേണം വിവാഹം കഴിക്കേണ്ടത്. അത് ഒരു രാജാവാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസിന് ചേർന്ന ഒരാളായിരിക്കണമല്ലോ മകളുടെ ഭർത്താവ് അല്ലേ. ഒരു ബുദ്ധിമാനായിരിക്കണം മകളുടെ ഭർത്താവ്. എങ്ങനെ വിദ്വാനെ കണ്ടുപിടിക്കും? അതിനുള്ള വഴി അച്ഛനും മകളും കൂടി കണ്ടെത്തി. പണ്ടത്തെ കഥകളൊക്കെ നോക്കുമ്പം അറിയാം, എന്താ സ്വയംവരാണ്. രാജകുമാരിക്ക് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാം അല്ലേ. അവരുടെ കഴിവും സാമർഥ്യമൊക്കെ നോക്കി രാജകുമാരിക്ക് കുറേ ആൾക്കാർ ഒന്നിങ്ങനെ നിർത്തി രാജകുമാരിക്ക് ഇഷ്ടപ്പെട്ട ആളെ കഴുത്തിൽ മാലയിട്ടാൽ ഭർത്താവായി. അത് രാജാവും സമ്മതിക്കും. അങ്ങനെയൊക്കെയാണ് വിവാഹം നടന്നത്. അപ്പോൾ രാജകുമാരിക്ക് വിവാഹം കഴിക്കാൻ ഒരു വിദ്വാനെ തന്നെ കണ്ടെത്തണം. പക്ഷേ അതിനൊരു വഴി കണ്ടെത്തണം അല്ലേ. അതിനൊരു വഴി കണ്ടെത്താൻ വേണ്ടി അച്ഛനും മകളും കണ്ടെത്തി അല്ലേ. അതിനൊരു വഴി കണ്ടെത്തി. അലൻ പുസ്തകം കുറച്ച് താഴ്ത്തി പിടിച്ചവനെ. ഓക്കെ. അവർ ഒരു കവിതാ മത്സരം ഏർപ്പെടുത്തി. എന്താ കണ്ടെത്തിയത്? ഒരു കവിതാ മത്സരം. ഹെവനെ കാണുന്നില്ല, ചുവര് മാത്രമേ കാണുന്നുള്ളൂ. കുറച്ചും കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചേ ഫോൺ. ഓക്കെ. ആർക്കും വന്ന് കവിത ചൊല്ലാം. എന്താ മത്സരം? കവിതാ മത്സരം അല്ലേ. ആർക്ക് വേണമെങ്കിലും വന്ന് കവിത ചൊല്ലാം. രാജകുമാരി അർത്ഥം പറയും. എന്ത് കവിത ചൊല്ലിയാലും രാജകുമാരി അതിൻ്റെ അർത്ഥം പറയും. രാജകുമാരിക്ക് പറയാൻ പറ്റാത്ത അർത്ഥം, അതായത് രാജകുമാരിനെ തോൽപ്പിച്ചാൽ അയാളെ കെട്ടുമായിരിക്കും അല്ലേ. അർത്ഥം പറയാൻ പറ്റാത്ത കവിത ചൊല്ലി രാജകുമാരിയെ തോൽപ്പിക്കുന്ന ആൾ ആരാണോ അയാളായിരിക്കും രാജകുമാരിയെ വിവാഹം കഴിക്കുക. എങ്ങനെയുണ്ട് മത്സരം? മനസ്സിലായോ? ആർക്ക് വേണമെങ്കിലും കവിത ചൊല്ലാം. ആ കവിതയുടെ അർത്ഥം രാജകുമാരി നിമിഷം കൊണ്ട് പറഞ്ഞു കൊടുക്കും. രാജകുമാരിക്ക് അർത്ഥം പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരു കവിത ആര് ചൊല്ലുന്നു അയാളെ സൗന്ദര്യം നോക്കൂല, വേറെ ഒന്നും നോക്കൂല, രാജകുമാരി കല്യാണം കഴിക്കാൻ സമ്മതിക്കും. അതായിരുന്നു. വയസ്സം വന്നിട്ട് പറയാൻ പറ്റാത്ത പറഞ്ഞ കല്യാണം കഴിച്ചു കൊടുക്കും. ഒരുപാട് വയസ്സുള്ളവർ മത്സരത്തിന് പങ്കെടുപ്പിക്കൂലടാ. ഒരു ഏകദേശം കുറച്ച് ഒരു ഇതുള്ളവരെയല്ലേ രാജാവ് പങ്കെടുപ്പിക്കും. ചിലപ്പം വയസ്സ് നീ ചോദിച്ച ചോദ്യം നല്ല തന്നെ. അങ്ങനെയാണെങ്കിൽ രാജകുമാരി അയാളെയും കഴിക്കേണ്ടി വരും. മത്സരം അങ്ങനെയാണല്ലോ. ആർക്ക് രാജകുമാരിയെ തോൽപ്പിക്കാൻ പറ്റും? വയസ്സ് അവിടെ പറഞ്ഞിട്ടോ നമ്മെ അറിയില്ല അല്ല. ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെയാണ് മത്സരം. ആ മത്സരത്തിൽ നമ്മളിപ്പോൾ എന്ത് മത്സരം നടത്തുമ്പോൾ വയസ്സ് പറയുന്നില്ലേ അല്ലേ. Under 7, Under 40 എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ രാജകുമാരിയെ അർത്ഥം പറയാൻ പറ്റാത്ത കവിത ചൊല്ലി ആരാണോ തോൽപ്പിക്കുന്നത് അയാളെ രാജകുമാരി വരനായി സ്വീകരിക്കുന്നതായിരിക്കും. അതായിരുന്നു മത്സരം. നിരവധി പണ്ഡിതന്മാരും കവികളും രാജകുമാരന്മാരും വന്ന് കവിത ചൊല്ലി അല്ലേ. ഒരുപാട് നിരവധി പണ്ഡിതന്മാർ വന്നു, രാജാക്കന്മാർ വന്നു, രാജകുമാരന്മാർ വന്നു, കവികൾ വന്നു. വന്നവരെല്ലാം തോറ്റു തൊപ്പിയിടുക കാരണം എന്താ? രാജകുമാരിയുടെ മുന്നിൽ രാജകുമാരി നിഷ്പ്രയാസം അർത്ഥം അങ്ങ് പറഞ്ഞു കൊടുത്തു അല്ലേ. രാജകുമാരിയെ ഉത്തരം മുട്ടിക്കണമല്ലോ, അതാണല്ലോ മത്സരം. പക്ഷെ രാജകുമാരിയെ ആർക്കും തോൽപ്പിക്കാൻ പറ്റിയില്ല. രാജകുമാരിയെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. തോറ്റ കുമാരന്മാരെല്ലാം ഒത്തുകൂടി. അവരെല്ലാവരും കൂടി ഒത്തുകൂടി അല്ലേ. തോറ്റവർ ഒരു ടീമായി, ആരും ജയിച്ചിട്ടില്ല. അപ്പോൾ അവർ തുല്യ ദുഃഖിതർ അല്ലേ. രാജകുമാരിയെ പറ്റിക്കാൻ അവർ തീരുമാനിച്ചു. എന്നാൽ പിന്നെ നമുക്ക് രാജകുമാരിയെ ഒന്ന് പറ്റിക്കാം. ചിലപ്പോൾ ഹെവൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ആയിരിക്കും അല്ലേ. ഒന്നും അറിയാത്ത മരമണ്ടനായ ഒരു ആട്ടിടയനെ കണ്ടുപിടിച്ച് ഒരു കവിത കാണാപ്പാഠം പഠിപ്പിച്ചു. നീ പറഞ്ഞത് അവിടെ കേട്ടെന്നാ തോന്നുന്നത് അല്ലേ. നീ വയസ്സനാണെന്ന് പറഞ്ഞത്. ഇതിപ്പോൾ നോക്കിയേ, ഒന്നും അറിയാത്ത മരമണ്ടനായ ഒരു ആട്ടിടയനെ കണ്ടുപിടിച്ച് ഒരു കവിത കാണാപ്പാഠം പഠിപ്പിച്ചു. എന്നിട്ട് രാജകുമാരിയുടെ പക്കലേക്ക് അയച്ചു. ഇത് തോറ്റ രാജകുമാരന്മാരുടെ എല്ലാവരുടെയും ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് അല്ലേ.
അതിശയം എന്ന് പറയട്ടെ, ആ മത്സരത്തിൽ രാജകുമാരി നിശേഷം തോറ്റു. എന്തൊരു കഷ്ടാണല്ലേ. അതിശയം എന്ന് പറയട്ടെ, ആ മത്സരത്തിൽ രാജകുമാരി നിശേഷം തോറ്റു. അവൾ മാലയിട്ട് ഇടയനെ തൻ്റെ ഭർത്താവായി സ്വീകരിച്ചു. കല്യാണം കഴിഞ്ഞു. അവൾ അപ്പം തന്നെ ഇടയൻ്റെ കഴുത്തിൽ മാലയിട്ടു, വരനായി സ്വീകരിച്ചു. തനിക്ക് അബദ്ധം പറ്റിയ വിവരം രാജകുമാരി പിന്നീടാണ് മനസ്സിലാക്കിയത്. തീരെ ഒരു തീരെ ബുദ്ധിയില്ലാത്ത ഒരാളാകുമ്പോൾ രാജകുമാരിക്ക് എന്തായാലും സങ്കടം ഉണ്ടാവുമല്ലോ. അവൾക്ക് പിന്നീടാണ് അത് മനസ്സിലായത്. തനിക്ക് അബദ്ധം പറ്റിയ വിവരം രാജകുമാരി പിന്നീടാണ് മനസ്സിലാക്കിയത്. എങ്കിലും അവൾ സങ്കടപ്പെട്ടില്ല. ഒട്ടും അക്ഷരജ്ഞാനമില്ലാത്ത വിഡ്ഢിയായ ആ ഇടയനെ അവൾ തൊട്ടടുത്തുള്ള ഒരു കാളീക്ഷേത്രത്തിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ടും അവൾ സങ്കടപ്പെട്ടില്ല. അവൾ എന്താ ചെയ്തേ? വെറ്റും വിഡ്ഢിയായ ആ ആട്ടിടയനെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കാളീക്ഷേത്രത്തിലേക്ക് പറഞ്ഞയച്ചു. അയാൾ കാളീക്ഷേത്രത്തിനകത്ത് കയറി വാതിലടച്ചു കിടന്നു. അവിടെ പറഞ്ഞയച്ചു. അയാൾ എന്ത് ചെയ്തു? അതിൻ്റെ ഉള്ളിൽ കയറി വാതിലടച്ച് അവിടെ കിടന്നു. പാതിരാത്രി ആയപ്പോൾ കാളിയമ്മ അവിടെ എത്തി. അമ്പലത്തിൻ്റെ ഉള്ളിലല്ലേ. പാതിരാത്രിയായി. ആര് വന്നു അവിടെ? കാളിയമ്മ പ്രത്യക്ഷപ്പെട്ടു അല്ലേ. ക്ഷേത്രത്തിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ട് കാളി വല്ലാതെ ദേഷ്യപ്പെട്ടു. ഈ വാതിൽ ആരാ അടച്ചത്? കാളിയമ്മക്ക് നല്ല ദേഷ്യം വന്നു. കാളിയുടെ ഉറക്കെയുള്ള അലർച്ച കേട്ട് ഇടയൻ കണ്ണു തുറന്നു. അലറിയിട്ടുണ്ടാവും അല്ലേ. അതായത് അമ്പലം, തൻ്റെ ക്ഷേത്രം ആരാണ്, എൻ്റെ അനുവാദമില്ലാതെ ആരാണ് ഈ രാത്രി അടച്ചത് അറിയാത്തതുകൊണ്ട് കാളിക്ക് നല്ലോണം ദേഷ്യം വന്നു. അലറി. ആ ഒച്ച കേട്ട്, ആ സൗണ്ട് കേട്ട് ആര് എഴുന്നേറ്റു? ഈ ഇടയൻ എഴുന്നേറ്റു. അറിഞ്ഞു അല്ലേ. ഇടയൻ കണ്ണു തുറന്നു. അകത്താരാണ്? എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ക്ഷേത്രത്തിൽ കടന്നവൻ ആര്? വേഗം പറയണം. കാളിക്ക് നല്ല ദേഷ്യം വന്നു. എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ക്ഷേത്രത്തിൽ കടന്ന ആരാണ്? പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു അല്ലേ. പുറത്താരാണെന്ന് പറഞ്ഞാൽ അകത്താരാണെന്ന് അറിയിക്കാം. എന്താ ആട്ടിടയൻ പറഞ്ഞത്? ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. യെസ് ജുവാന. പുറത്താരാണെന്ന് പറഞ്ഞാൽ അകത്താരാണെന്ന് പറയാം. നീ ആരെന്ന് ചോദിക്കുമ്പോൾ തിരിച്ചങ്ങോട്ട് ചോദിക്കാനുള്ള ചങ്കൂറ്റുണ്ട് ആട്ടിടയൻ ഏതായാലും അല്ലേ. ഇടയൻ വിറയാർന്ന സ്വരത്തിലാണ് പറഞ്ഞു കേട്ടോ. നല്ല തൻ്റെ അടുത്തോടെയല്ല, വിറയാർന്ന സൗണ്ടിലാണ് പറഞ്ഞത്. പുറത്താരാണെന്ന് പറഞ്ഞാൽ അകത്താരാണെന്ന് പറയാം. പുറത്ത് കാളിയാണ്. കാളി ഭദ്രകാളി. എന്താ പറഞ്ഞേ? പുറത്ത് കാളിയാണ്, ഭദ്രകാളി. കാളിയമ്മ അലറി. ഇത് കേട്ട് ഇടയൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, പുറത്ത് കാളിയാണെങ്കിൽ അകത്ത് കാളിയുടെ ദാസനാണ്. അമ്മ എന്നോട് കോപിക്കരുതേ. പുറത്ത് കാളിയാണ് എന്ന് പറഞ്ഞപ്പോൾ എന്താ ഇടയൻ പറഞ്ഞേ? പുറത്ത് കാളിയാണെങ്കിൽ അകത്ത് അങ്ങയുടെ ദാസനാണ്, എന്നോട് കോപിക്കരുതേ. അല്ലാണ്ട് ദേഷ്യത്തിൽ പറഞ്ഞിട്ടാ അല്ലേ. എന്നോട് കോപിക്കരുതേ. ഇടയൻ്റെ സംസാരം കാളിയെ സന്തോഷിപ്പിച്ചു. അങ്ങനെ പറയുമ്പോൾ നമുക്ക് സന്തോഷമായി അല്ലേ. നേരെ മറിച്ച് ഞാൻ ആട്ടിടയനാണ്, എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാളിയമ്മക്ക് ദേഷ്യം വരും, അവിടെ തന്നെ ശപിക്കും. പക്ഷേ ഇടയൻ എന്താ പറഞ്ഞേ? പുറത്ത് കാളിയാണെങ്കിൽ അകത്ത് ആ കാളിയുടെ ദാസനാണ്, എന്നോട് കോപിക്കരുതേ. ഇടയൻ്റെ സംസാരം കാളിയെ സന്തോഷിപ്പിച്ചു. തൻ്റെ ദാസനാണ് അകത്തുള്ളതെന്നറിഞ്ഞപ്പോൾ കാളിയുടെ കോപം ആറിത്തണുത്തു. തൻ്റെ ദാസനാണോ അകത്ത്? എങ്കിൽ പ്രശ്നമില്ല അല്ലേ. അപ്പോൾ ആ ദേഷ്യമൊക്കെ ഇല്ലാതായി. അമ്മ എന്തെങ്കിലും ദേഷ്യം പിടിച്ച് നിങ്ങളുടെ അടുത്തെത്തുമ്പോഴത്തേക്ക് നിങ്ങൾ ഒന്ന് ചിരിച്ചോ, ചിലപ്പോൾ എല്ലാ സമയത്തും അല്ല, ആ ദേഷ്യമൊക്കെ ഒന്ന് അങ്ങ് പോകും അല്ലേ. ഇല്ലെങ്കിൽ എന്തെങ്കിലും അമ്മക്ക് സന്തോഷം വരുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേഷ്യമൊക്കെ ഇല്ലാതാവയില്ലേ? ഇല്ലാന്ന് തോന്നുന്നു എല്ലാവർക്കും. യെസ്, അത്രയേ ഉള്ളൂ. അതുപോലെയാണ് കാളിയുടെ കാര്യം. അമ്മമാരുടെ മനസ്സ് അത്രയേ ഉള്ളൂ. അവർ ദേഷ്യം പിടിച്ച് കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും എടുത്ത് ചിലപ്പോൾ നിങ്ങളെ തല്ലാനാറ്റം വന്നതായിരിക്കും. ആ സമയത്തായിരിക്കും നിങ്ങൾ എന്തെങ്കിലും അമ്മയെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും രണ്ട് നല്ല വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ മനസ്സ് അവിടെ ആറിത്തണുത്തു അല്ലേ. ഇതറിഞ്ഞപ്പോൾ കാളിയുടെ കോപം ആറിത്തണുത്തു. ഉണ്ണി, നിനക്ക് എന്തു വേണം? നീ എന്തിനാണ് എൻ്റെ സന്നിധിയിൽ അഭയം തേടിയത്? കാളിയമ്മ ചോദിച്ചു. ആരാഞ്ഞു അല്ലേ. ഉണ്ണി, നീ ആരാണ്? നിനക്ക് എന്താ വേണ്ടേ? നീ എന്തിനാ എൻ്റെ സന്നിധിയിൽ അഭയം പ്രാപിച്ചത്? കാര്യം പറഞ്ഞോളൂ. എനിക്ക് വിദ്യ വേണം ദേവി. വിദ്യ എന്താ പറഞ്ഞേ? എനിക്ക് വിദ്യ വേണം അല്ലേ. അവൻ്റെ ദയനീയ അവസ്ഥ. രാജകുമാരിയെ കല്യാണം കഴിച്ചു, രാജകുമാരി അവിടെ നിന്ന് പറഞ്ഞു വിട്ടു അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാ? വിദ്യയില്ല. എന്തിനും മീതെ, ഏതെല്ലാ കാര്യത്തിനും
ഏറ്റവും മുകളിലായി വിദ്യയാണ് വേണ്ടത്. നമുക്ക് ഒരുപാട് പൈസയുണ്ട്, ഒരുപാട് സ്ഥലമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും വിദ്യയില്ലെങ്കിൽ നമ്മൾ ബിഗ് സീറോ ആണ് അല്ലേ? വിദ്യാഭ്യാസം, അക്ഷരാഭ്യാസം ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ വലിയ വട്ടപ്പൂച്ചയാണ്. എനിക്ക് വിദ്യ വേണം ദേവി, വിദ്യ. ശരി ഉണ്ണി, നീ നിന്റെ നാവ് ഈ വാതിൽ പഴുതിലൂടെ പുറത്തേക്ക് നീട്ടൂ. ഈ വാതിൽ പഴുതിലൂടെ എന്ന് വെച്ചാൽ പഴുത് പറഞ്ഞ വാതിലിൻ്റെ ആ അത്രയേ ഉണ്ടാവൂ അല്ലേ? ആ ഗ്യാപ്പിലൂടെ, ആ പഴുതിലൂടെ നിന്റെ നാവ് പുറത്തേക്ക് നീട്ടൂ. കാളിയമ്മ അരുളി ചെയ്തു. ഇടയൻ തൻ്റെ നാവ് പുറത്തേക്ക് നീട്ടി. കാളിയമ്മ തൻ്റെ കൈവിരൽ കൊണ്ട് ഇടയൻ്റെ നാവിൽ വിദ്യ കുറിച്ചു കൊടുത്തു. അതോടെ അയാൾ വാതിൽ തുറന്നു പുറത്തു വന്ന് ദേവിയുടെ തൃപ്പാദങ്ങളിൽ വീണു. ദേവി വീണ്ടും അയാളെ അനുഗ്രഹിച്ചു. ദേവി പറഞ്ഞതുപോലെ വാതിലിൻ്റെ ആ ഇടയിലൂടെ നാവ് പുറത്തേക്ക് ഇട്ട് കൊടുത്തു. ദേവി എന്താ ചെയ്തേ? നാവിൽ തൊട്ടു അല്ലേ? ഇടയൻ്റെ നാവ് പുറത്തേക്ക് നീട്ടി കാളിയമ്മ തൻ്റെ കൈവിരൽ കൊണ്ട് ഇടയൻ്റെ നാവിൽ വിദ്യ കുറിച്ചു. അപ്പോഴത്തേക്കും അതോടെ അയാൾ വാതിൽ തുറന്ന് പുറത്തു വന്ന് ദേവിയുടെ തൃപ്പാദങ്ങളിൽ വീണ് ദേവി വീണ്ടും അയാളെ അനുഗ്രഹിച്ചു. ദേവിക്ക് സന്തോഷമായി, അയാൾക്ക് വിദ്യ പകർന്നു കൊടുത്തു. ഇങ്ങനെ ഇടയൻ വിദ്വാനായി, ബുദ്ധിമാനായി അല്ലേ? വിദ്വാനായി എന്ന് പറഞ്ഞാൽ ഇടയൻ ബുദ്ധിമാനായി, കവിയായ കാളിദാസനായി. അങ്ങനെയാണ് പോലും കാളിദാസനായത്. മനസ്സിലായോ? ഇതാണ് കാളിദാസന്റെ രസകരമായ കഥ എന്ന് പറയുന്നത്. പിന്നീട് അതിമനോഹരമായ കവിത ചൊല്ലിക്കൊണ്ടാണ് കാളിദാസൻ രാജകൊട്ടാരത്തിലേക്ക് ചെന്നത്. അനുഗ്രഹീതനായ കാളിദാസനെ രാജകുമാരി സസന്തോഷം എതിരേറ്റു. എത്ര പെട്ടെന്നാണ് അല്ലെ ജീവിതം മാറി മറിഞ്ഞത്. അദ്ദേഹം അതിമനോഹരമായ ഒരു കവിത ചൊല്ലിക്കൊണ്ടാണ് രാജകുമാരിയുടെ സന്നിധിയിലേക്ക് പോയത്. രാജകുമാരി അദ്ദേഹത്തെ സസന്തോഷം എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷം അല്ലേ? നല്ല സന്തോഷത്തോടു കൂടി അയാളെ സ്വീകരിച്ചു, എതിരേറ്റു. വിശ്വപ്രസിദ്ധങ്ങളായ നിരവധി കൃതികൾ കാളിദാസൻ രചിച്ചിട്ടുണ്ട്. രഘുവംശം, കുമാരസംഭവം, മേഘസന്ദേശം, ഋതുസംഹാരം എന്നിങ്ങനെ 4 കാവ്യങ്ങളും മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം, അഭിജ്ഞാനശാകുന്തളം എന്നിങ്ങനെ 3 നാടകങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പ്രമുഖം. അതായത് 3 കാളിദാസ രഘുവംശം, കുമാരസംഭവം, മേഘസന്ദേശം, ഋതുസംഹാരം 4 കാവ്യങ്ങളും പിന്നെ മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം, അഭിജ്ഞാനശാകുന്തളം എന്നിങ്ങനെ 3 നാടകങ്ങളും അദ്ദേഹം എഴുതി. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രമുഖമായ എന്താണ് ഏറ്റവും പ്രസിദ്ധമായ കൃതികൾ. കാളിദാസൻ പിൽക്കാലത്ത് പ്രസിദ്ധനായി, മഹാകവിയായി, മരിച്ചിട്ടും മരിക്കാത്ത കവിയായി അല്ലേ? അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം ഏതാണെന്നൊന്നും അറിയില്ല. പക്ഷേ ഇത്രയും മണ്ടനായ ആട്ടിടയനാണ് പിന്നീട് വിശ്വപ്രസിദ്ധനായി മാറിയത്. അദ്ദേഹം മരിച്ചിട്ടും മരിക്കാതെയായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മേന്മ, അദ്ദേഹത്തിൻ്റെ ഗുണം, അദ്ദേഹത്തിൻ്റെ നല്ല കാര്യങ്ങൾ നമ്മൾ മരിച്ചിട്ടും ഇക്കാലത്തും പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അങ്ങനെ അതുകൊണ്ടാണ് മരിച്ചിട്ടും മരിക്കാതെ ജീവിക്കുന്നു പറഞ്ഞാൽ എക്കാലത്തും അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുന്നു അല്ലേ? അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു. കാളിദാസ പ്രതിഭയുടെ തിളക്കം അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങളിലും നാടകങ്ങളിലും തെളിഞ്ഞു കാണാം. കാളിദാസന്റെ കവിത കേട്ടാൽ കാർമേഘങ്ങൾ മഴയായി പെയ്യും, മരിച്ചു കിടക്കുന്ന കുഞ്ഞ് പുനർജീവിക്കും, ഉണങ്ങിക്കിടക്കുന്ന മരങ്ങൾ വീണ്ടും തളിർക്കും. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ വിശ്വസിച്ചിരുന്നത്. നമ്മൾ അത്രയും വിശ്വസിക്കുന്ന, അദ്ദേഹത്തെ അത്രയും വിശ്വസിക്കുന്ന ആരാധകർ വിശ്വസിച്ചെന്താ? അതായത് മരിച്ചു കിടക്കുന്ന കുഞ്ഞ് അദ്ദേഹത്തിൻ്റെ കവിത കേട്ടാൽ ഉണരും അല്ലേ? ജീവിക്കും. മരിച്ചു കിടക്കുന്ന കുഞ്ഞ് പുനർജീവിക്കും, പിന്നെയും ജീവിക്കും അല്ലേ? ഉണങ്ങിക്കരിഞ്ഞ മരങ്ങൾ വീണ്ടും തളിർക്കും, പിന്നെയും അത് കിളിർത്ത് നല്ല മരമായി വരും. പിന്നെയോ മേഘം മഴയായി പെയ്യും. അദ്ദേഹത്തിന് മഴ പെയ്യിക്കാനുള്ള കഴിവുണ്ട്. മരിച്ചു കിടക്കുന്നവരെ ജീവിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഉണങ്ങി തരിച്ചു ഭൂമിയായി കിടക്കുന്ന സ്ഥലം നല്ല ഫലഭൂഷ്ടിയാക്കാനുള്ള കഴിവുണ്ട്. ഇത്രയും ആണ് എന്താ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ആരാധകർ വിശ്വസിക്കുന്നത്. അത്രയും കഴിവുള്ള മഹാകവിയാണ് കാളിദാസൻ അല്ലേ? അതുകൊണ്ടാണ് മിസ്സിന്റെ വോയിസ് ഒന്നും കേൾക്കുന്നില്ല മിസ്സേ. കേൾക്കുന്നില്ല. ഇല്ല, കേൾക്കുന്നില്ല മിസ്സേ.
കേൾക്കുന്നില്ല മിസ്സേ. നോ മിസ്. നോട്ട്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? യെസ് മിസ്. കേൾക്കുന്നുണ്ടോ? യെസ് മിസ്. കേക്കാം. കേക്കാം മിസ്. ആ മിസ്സേ പോയി, വോയിസ് പോയി. ഇപ്പൊ കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല മിസ്സേ. മിസ്സിന്റെ ഹെഡ്സെറ്റ് എന്തോ ഇല്ല മിസ്. നോ മിസ്. ഇപ്പോഴും ഇല്ല. ഇപ്പൊ തീരെയില്ല. എടാ തീരെയില്ലെന്ന് പറയാൻ ഒട്ടും കേൾക്കുന്നില്ലായിരുന്നു. അതെ ഞാനൊന്നും പറഞ്ഞില്ല, അത് വേറെ ആരോ. ഞാനാ പറഞ്ഞു. ഡാ അല്ല ദിയ. എന്തേലും കേട്ടിട്ട് വേണ്ടേ, തീരെ കേട്ടില്ല എന്ന് പറയാം. അല്ല യൂണിഫോം ഇല്ലടാ. ഇന്ന് ഓക്കെ ഓക്കെ. അപ്പോ കാളിദാസന്റെ ജീവചരിത്രം മനസ്സിലായില്ലേ? എങ്ങനെയാണ് അദ്ദേഹം ഇത്ര വിശ്വവിഖ്യാതനായ കവിയായി മാറിയെന്നുള്ള രസകരമായ കഥ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് വായിക്കാലോ. ആരാദ്യം വായിക്കുന്നേ? ആതിര ഒന്ന് ഞാൻ വായിച്ച വായിക്കാം. മോളെ, തുടങ്ങേ. കാളിദാസ പ്രതിഭ നമ്മുടെ ആദി കാവ്യായി നാം വിശേഷിപ്പിക്കുന്നത് ആദി കവിയായി നാം വിശേഷിപ്പിക്കുന്നത് വാൽമീകിയാണല്ലോ. എന്നാൽ ഭാരതീയ കവികളുടെ കുലഗുരു ആരെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: മഹാകവി കാളിദാസൻ. കാളിദാസൻ എന്നാണ് ജീവിച്ചിരുന്നതെന്ന് കൃത്യമായി ആർക്കും അറിയില്ല. പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. ക്രിസ്തുവിന് മുമ്പ് 1-ാം നൂറ്റാണ്ടാണ് കാളിദാസന്റെ കാലമായി ഭൂരിപക്ഷം പണ്ഡിതന്മാരും അംഗീകരിക്കുന്നത്. ഉജ്ജയിനിയായിരുന്നു കാളിദാസന്റെ ജന്മദേശം. ഉജ്ജയിനി കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന വിക്രമാദിത്യ ചക്രവർത്തിയുടെ പണ്ഡിത സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു ഇദ്ദേഹമെന്ന് കരുതപ്പെടുന്നു. ഓക്കെ, ശ്രീവിഷ്ണു. അതിന്റെ ഇടയ്ക്ക് എല്ലാവരും അറ്റൻഡൻസ് ടൈപ്പ് ചെയ്തിനോ മക്കളെ? ഓക്കെ, വായിച്ചോ. ശ്രീവിഷ്ണു വായിച്ചേ. ഓക്കെ. കാളിദാസൻ എന്ന വാക്കിന് കാളിയുടെ ദാസൻ എന്നാണല്ലോ അർത്ഥം. ഇദ്ദേഹത്തിന് ഈ പേരു അവർണ്ണനീയം, വർണ്ണിക്കാനാവാത്ത വിധം അവർണ്ണനീയമായ കാവ്യസിദ്ധിയും ലഭിച്ചതിനു പിന്നിൽ രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. പേര് കേട്ട ഒരു രാജാവിന്റെ ഒരു മകളുണ്ടായിരുന്നു. സുന്ദരി, സുശീല, മിടുക്കി, ബുദ്ധിമതി. രാജകുമാരി കല്യാണപ്രായമായി. ആരെ വിവാഹം കഴിക്കും? ഒരു വിദ്വാനെ വേണം വിവാഹം കഴിപ്പിക്കേണ്ടത്. എങ്ങനെ വിദ്വാനെ കണ്ടുപിടിക്കും? അതിനുള്ള വഴി അച്ഛനും മകളും കൂടി കണ്ടെത്തി. അവർ ജീവ വായിച്ചേ. അവർ ഒരു കവിതാ മത്സരം ഏർപ്പെടുത്തി. ആർക്കും വന്ന് കവിത ചൊല്ലാം. രാജകുമാരി അർത്ഥം പറയും. അർത്ഥം പറയാൻ പറ്റാത്ത കവിത ചൊല്ലി രാജകുമാരിയെ തോൽപ്പിക്കുന്ന ആൾ ആരാണോ അയാളായിരിക്കും രാജകുമാരിയെ വിവാഹം കഴിക്കുക. നിരവധി പണ്ഡിതന്മാരും കവികളും രാജകുമാരന്മാരും വന്ന് കവിത ചൊല്ലി. വന്നവരെല്ലാം തോറ്റു തുപ്പിയിട്ടു. രാജകുമാരിയെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല.
തോറ്റ കുമാരന്മാരെല്ലാം ഒത്തുകൂടി രാജകുമാരിയെ പറ്റിക്കാൻ അവർ തീരുമാനിച്ചു. ഒന്നുമറിയാത്ത മണ്ടനായ ഒരു ആട്ടിടയനെ കണ്ടുപിടിച്ച് ഒരു കവിത കാണാപ്പാഠം പഠിപ്പിച്ചു. എന്നിട്ട് രാജകുമാരിയുടെ പക്കലേക്ക് പറഞ്ഞയച്ചു. ഓക്കെ, മതി മതി. അടുത്തത് ജസ്റ്റിസ്. അതിശയം എന്ന് പറയട്ടെ, ആ മത്സരത്തിൽ രാജകുമാരൻ നിശ്ലേഷം തോറ്റു. അവൾ മാലയിട്ട ഇടയനെ തന്റെ ഭർത്താവായി സ്വീകരിച്ചു. തനിക്ക് അബദ്ധം പറ്റിയ വിവരം രാജകുമാരി പിന്നീടാണ് മനസ്സിലാക്കിയത്. എങ്കിലും അവൾ സങ്കടപ്പെട്ടില്ല. ഒട്ടും അക്ഷരജ്ഞാനമില്ലാത്ത വിഡ്ഢിയായ ആ ഇടയനെ അവൾ തൊട്ടടുത്തുള്ള ഒരു കാളിക്ഷേത്രത്തിലേക്ക് പറഞ്ഞയച്ചു. അയാൾ കാളിക്ഷേത്രത്തിനകത്ത് കയറി വാതിലടച്ചു കിടന്നു. പാതിരാത്രി ആയപ്പോൾ കാളിയമ്മ അവിടെ എത്തി. ക്ഷേത്രത്തിന്റെ വാതിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ട കാളി വല്ലാതെ ദേഷ്യപ്പെട്ടു. ഓക്കെ, ഹെവൻ ഹെവൻ ജസ്റ്റിസ് മതി മോനെ. ഹെവൻ. കാളിയുടെ ഉറക്കെയുള്ള അലർച്ച കേട്ട് ഇടയൻ കണ്ണു തുറന്നു. അകത്താരാണ്? എന്റെ അനുവാദമില്ലാതെ എന്റെ ക്ഷേത്രത്തിൽ കടന്നു വന്നത്? വേഗം പറയണം. പുറത്താരാണെന്നു പറഞ്ഞാൽ അകത്താരാണെന്ന് അറിയിക്കാം. ഇടയൻ വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞു. പുറത്തു കാളിയാണ്, കാളി, ഭദ്രകാളി. കാളിയമ്മ അലറി. ഇതു കേട്ട ഇടയൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, പുറത്തു കാളിയാണെങ്കിൽ അകത്ത് കാളിയുടെ ദാസനാണ്. അമ്മ എന്നോട് കോപിക്കരുതേ. മതി മതി മതി. പിന്നെ ഹെവൻ ഒരു 2-3 പ്രാവശ്യം എന്തായാലും വായിക്കണം. എന്നാ ഈ തപ്പലങ്ങ് ഒഴിവാവും. ഓക്കെ, ഹലീമ. ഇടയന്റെ സംസാരം കാളിയെ സന്തോഷിപ്പിച്ചു. തന്റെ ദാസനാണ് അകത്തുള്ളതെന്നറിഞ്ഞപ്പോൾ കാളിയുടെ കോപം ആറിത്തണുത്തു. ഉണ്ണി, നിനക്ക് എന്ത് വേണം? നീ എന്തിനാണ് എന്റെ സന്നിധിയിൽ അഭയം തേടിയത്? കാളിയമ്മ ആരാഞ്ഞു. എനിക്ക് വിദ്യ വേണം ദേവി, വിദ്യ. ശരി ഉണ്ണി, നിന്റെ നാവ് ഈ വാതിൽ പഴുതിലൂടെ പുറത്തേക്ക് നീട്ടു. കാളിയമ്മ അരുളി ചെയ്തു. ഓക്കെ. ആരാധ്യ പോയോ? ആരാധ്യ ഉണ്ടായിരുന്നല്ലോ, പോയോ? ജോയൽ, വീഡിയോ എന്താ മോനെ ഓണാക്കാത്തെ? ശ്വാസം മുട്ട് കുറഞ്ഞോ? മോനെയാണോ? ആർക്കാ ശ്വാസം മുട്ട് പറഞ്ഞേ? ഓ, ജോയൽ ലെഫ്റ്റ് ആയി അല്ലേ? വായിക്കാൻ പറഞ്ഞവര് ഇനി അലനല്ലേ വായിക്കാൻ ബാക്കിയില്ലേ? വായിച്ച മോനെ. ഞാനുണ്ട് മിസ്സേ. ജുവാന ഉണ്ടല്ലേ? ഓക്കെ. ജുവാനൊക്കെ കുറഞ്ഞില്ലേ മോളെ? കുറഞ്ഞു മിസ്സേ. വീഡിയോ ഓൺ ചെയ്യാത്തെ? കുറച്ച് ഒരു ചെറിയൊരു നെഞ്ചുവേദനയൊക്കെ ഉണ്ട്. മീൻസ് ഒരു ഹീറ്റ് ബേൺ പോലെ ചുമച്ച് കഴിയുമ്പോ. അതുകൊണ്ട്. ഓക്കെ, അലൻ. ഇടയൻ തന്റെ നാവ് പുറത്തേക്ക് നീട്ടി. കാളിയമ്മ തന്റെ കൈവിരൽ കൊണ്ട് ഇടയന്റെ നാവിൽ വിദ്യ കുറിച്ചു കൊടുത്തു. അതോടെ അയാൾ വാതിൽ തുറന്നു. പുറത്തു വന്ന് ദേവിയുടെ തൃപ്പാദങ്ങളിൽ വീണു. ദേവി വീണ്ടും അയാൾ അനുഗ്രഹിച്ചു. ഇങ്ങനെ ഇടയൻ വിദ്വാനായി കവിയായ കാളിദാസനായി. പിന്നീട് അതിമനോഹരമായ കവിത ചൊല്ലിക്കൊണ്ടാണ് കാളിദാസൻ രാജകൊട്ടാരത്തിലേക്ക് ചെന്നത്. അനുഗ്രഹീതനായ കാളിദാസനെ രാജകുമാരി സന്തോഷം എതിരേറ്റു. ഓക്കെ, ജുവാന വായിച്ചേ. വിശ്വപ്രസിദ്ധങ്ങളായ
നിരവധി കീർത്തനങ്ങളാണ് കാളിദാസൻ കൃതികൾ രചിച്ചിട്ടുള്ളത്. നിരവധി കൃതികൾ കൃതികളാണ് കാളിദാസൻ രചിച്ചിട്ടുള്ളത്. മിസ് എന്നത് രഘുവംശം, രഘുവംശം, ഉം, കുമാരസംഭവം, മേഘസന്ദേശം, ഋതുസംഹാരം എന്നിങ്ങനെ 4 കാവ്യങ്ങളും മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം, ഒന്നുകൂടെ പറഞ്ഞു മിസ്സേ. വിക്രമോർവശീയം, അഭിജ്ഞാന ശാകുന്തളം എന്നിങ്ങനെ 3 നാടകങ്ങളുമാണ് അദ്ദേഹത്തിന്റെ കൃതികളിൽ പ്രമുഖം. കാളിദാസൻ പിൽക്കാലത്ത് പ്രസിദ്ധനായ മഹാകവിയായി. അങ്ങനെയാണ് കേട്ടോ. പ്രസിദ്ധനായി മഹാകവിയായി, മരിച്ചിട്ടും മരിക്കാത്ത മഹാകവി. കാളിദാസ പ്രസിദ്ധിയുടെ തിളക്കം അദ്ദേഹത്തിന്റെ കാവ്യങ്ങളിലും നാടകങ്ങളിലും തെളിഞ്ഞു കാണാം. കാളിദാസന്റെ കവിത കേട്ടാൽ കാർമേഘങ്ങൾ മഴയായി പെയ്യും. മരിച്ചു കിടക്കുന്ന കുഞ്ഞ് പുനർജനിക്കും. ഉണങ്ങിക്കരിഞ്ഞ മരങ്ങൾ വീണ്ടും തളിർക്കും. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ വിശ്വസിച്ചിരുന്നത്. ഓക്കെ 2-3 തവണ വായിക്കണേ ജുവാന. ഈ ആരാധ്യല്ലേ മിസ്സേ, ഈ ആരാധ്യ ഈ ഇടയ്ക്ക് കേറും പിന്നെ പോവും, അങ്ങനെ ചെയ്തോണ്ടിരിക്കുക. ഇപ്പം കേറിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ 2 മിനിറ്റ് മുമ്പ് കേറി പിന്നെയും പോയി. ഏതാണ്ട് 3 പ്രാവശ്യം ജുവാന വായിക്കാൻ നേരത്ത് കേറി ഇറങ്ങി. ഇല്ലാത്തവരുണ്ട്. അല്ല, അവൾ അങ്ങനെയെങ്കിലും ചെയ്തിട്ടുണ്ടല്ലോ. ക്ലാസ്സിൽ കേറാത്തവന്മാര് വരെയുണ്ട്. അശ്വിൻ കേറിയിട്ടില്ല. അതുപോലെ അർജുൻ ഫസ്റ്റിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ലല്ലോ. അപ്പൊ അറ്റൻഡൻസ് കിട്ടുന്ന വിചാരം. ഫുൾ ഇല്ലെങ്കിൽ അറ്റൻഡൻസ് ഇടണ്ടെന്നാ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് വന്നു അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അറ്റൻഡൻസ് ഇടില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങളെല്ലാവരെയും കണ്ടുകൊണ്ടാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്ര പേര് ഫുൾ ഉണ്ടെന്ന് നമുക്കറിയാലോ. അങ്ങനെ ഇരുന്നാൽ അറ്റൻഡൻസ് കിട്ടൂല. അർജുൻ കുറച്ച് സമയം ഉണ്ടായിരുന്നു, പിന്നെ ഇല്ല. പിന്നെ ഡെൽവിൻ എന്തെങ്കിലും ഇതായിരിക്കും. പക്ഷേ ഇല്ലെങ്കിൽ നിങ്ങളോടൊരു മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറയുന്നുണ്ട്, അതും ചെയ്യുന്നില്ല. ക്ലാസ്സിൽ എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്നുള്ളത്. ഇല്ലെങ്കിൽ ഇതിപ്പം വിളിക്കണ്ടേ, ഓരോരാളെ വിളിച്ച് ആരെയും അന്വേഷിക്കണം. ഇവിടെ നമുക്കത് നോട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇത്ര നേരം ഉണ്ടായിരുന്നു. ശ്രീവിഷ്ണു ഇവിടെ പോയി. ഒരു കാര്യം ചെയ്യണം, ആബ്സെന്റ് ആയവരുടെ പേര് എഴുതി വെച്ചിട്ട് അവരുടെ പാരന്റ്സ് ഗ്രൂപ്പില് ഇങ്ങനെ ഇട്ടിട്ട് പാരന്റ്സ് അവരെ വിളിക്കാൻ പറയണം. ഇനിയിപ്പോ അതന്നെ ചെയ്യണം. ഇപ്പൊ ക്ലാസ് കട്ടാവും. അപ്പൊ ഈ പാഠം 2-3 തവണ വായിക്കണേ. അടുത്ത വർക്കൊക്കെ നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം കേട്ടോ. ഓക്കെ ഡിയേഴ്സ്, ബൈ. ബൈ മിസ്. ബൈ. അടുത്ത ക്ലാസ് ഞങ്ങൾ കേറണം. അടുത്ത പീരീഡ് തന്നെ ഉണ്ടോ? 3:15. ആണോ? ഓക്കെ.